ലോകത്തിലെ ഒരുപാട് ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മടി അല്ലെങ്കിൽ അലസത. ഓരോരോ കാരണങ്ങളാൽ മടി പൊതുവെ എല്ലാവർക്കുമുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടാകാം. പക്ഷേ ജീവിതത്തിൽ വിജയിക്കുന്നവർ അതിൻ്റെ കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ മറികടന്ന് വിജയിച്ചവരാണ്. ഓരോരുത്തരുടെയും മടിക്ക് സൈക്കോളജിക്കലായ അനേകം കാരണങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബ്രെയിനാണ് നമ്മെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. ബ്രെയിനിന് പൊതുവെ സ്വാഭാവികമായും നമ്മെക്കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കണമെന്നോ നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിത്തരണമെന്നോ ഉള്ള ഒരു രീതിയില്ല. അതാണ് ബ്രെയിനിൻ്റെ പ്രകൃതിയായുള്ള പ്രകൃതം. കാരണം നമ്മുടെ ബ്രെയിൻ നമ്മുടെ എനർജിയെ മാക്സിമം സേവ് ചെയ്യാനേ ശ്രമിക്കൂ. അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ബ്രെയിൻ സ്വാഭാവികമായും ചെയ്യില്ല. അതുകൊണ്ടാണ് മടി മനുഷ്യൻ്റെ അടിസ്ഥാന പ്രകൃതമായി മാറുന്നത്. അതുകൊണ്ട് ബോധപൂർവം എഫേർട്ട് എടുത്ത് വലിയ കാര്യങ്ങൾ ചെയ്യാനായി ബ്രെയിനിനെ നാം ട്യൂൺ ചെയ്യിക്കുകയാണ് ചെയ്യേണ്ടത്. മടി മാറ്റി വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് വലിയ സ്വപ്നങ്ങൾ കാണണമെന്നും അതിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നും പറയുന്നത്. രണ്ടാമതായി, നമ്മുടെ ബ്രെയിനിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ആവശ്യമായ വൈറ്റൽസ് ഉണ്ടാകണം. അതിനുള്ള ഭക്ഷണം കഴിക്കണം. വൈറ്റമിൻ ഡി, മഗ്നീഷ്യം, അയൺ, വൈറ്റമിൻ B12 ഇതിൻ്റെയൊക്കെ ലെവൽ കൃത്യമാണെങ്കിൽ ബ്രെയിൻ കാര്യക്ഷമമായി പ്രവർത്തിക്കും. ഫിയർ ഓഫ് ഫെയില്യുവർ ഒരു കാരണമാണ്. തോറ്റു പോകുമോ എന്ന ഭയത്തെ ഓവർകം ചെയ്യണം. പെർഫെക്ഷനിസം ഒരു രോഗമാണ്, അതിനെ ഇല്ലാതാക്കണം. എല്ലാം പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രമേ ചെയ്യൂ എന്നുള്ളതിന് പകരം ഉള്ള വിഭവങ്ങൾ കൊണ്ട് തുടങ്ങുക. ഇല്ലെങ്കിൽ അത് പ്രൊക്രാസ്റ്റിനേഷൻ അഥവാ നീട്ടിക്കൊണ്ടു പോകലിലേക്ക് മാറും. പ്ലാനിങ് പ്രവൃത്തിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ മിക്കവർക്കും ഉണ്ടാകും. പ്ലാനിനെ പല ഭാഗങ്ങളായി ഡിവിഷൻ നടത്തുകയാണ് അതിനുള്ള പോംവഴി. ഓവറായി പ്ലാൻ ചെയ്യാതിരിക്കുക. ഒരു പ്രവൃത്തിയിൽ ക്ഷമയോടെ ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയെ ബ്രെയിൻ റോട്ട് എന്നാണ് പറയുന്നത്. തുടർച്ചയായി ഫോൺ സ്ക്രോൾ ചെയ്ത് നമ്മുടെ ചെറുപ്പക്കാരിൽ പലർക്കും ഇത്തരത്തിലുള്ള ഫോക്കസ് ഇല്ലായ്മ കാണുന്നുണ്ട്. തലച്ചോറിലെ സെല്ലുകൾ അത്തരത്തിലുള്ളതായി മാറുന്നതാണ് അതിന് കാരണം. അങ്ങനെ ഫോക്കസ് കുറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രവൃത്തിയിൽ അധികം നേരം ക്ഷമയോടെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇമോഷണൽ ഡിഫിക്കൽറ്റി ഒരു പ്രധാന പ്രശ്നമാണ്. ഉത്കണ്ഠ, ഡിപ്രഷൻ ഇവ മൂലം ഒന്നും ചെയ്യാതെ അമൃതചിന്തയുമായി നടക്കുന്നത് ഈ ഒരു കാരണത്താലാണ്. ഇതിനെ ഓവർകം ചെയ്യാൻ കഴിയണം. മുകളിൽ പറഞ്ഞ കാരണങ്ങളെല്ലാം ഒന്ന് മനസ്സ് വെച്ചാൽ പരിഹരിച്ച് ഉയർന്ന നേട്ടങ്ങൾ സ്വന്തമാക്കാവുന്നതേ ഉള്ളൂ. നന്ദി.